പൗരസ്യ കാതോലിക്ക ബാവ തിരുമനസ്, അഭ്യന്തരായ പിതാക്കന്മാരെ, ശ്രേഷ്ഠരായ ഓർപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ അൽമായ ട്രസ്റ്റി, വൈദിക സെമിനാരി പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ഷമ്മാശന്മാരെ, വൈദിക സെമിനാരിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരും സ്നേഹിതരും ആയ ഏവരുമേ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ ഉൾപ്പെടെയുള്ള ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ശ്രേഷ്ഠരായ പിതാക്കന്മാരെ നാം സ്മരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇന്ന് സന്ധ്യയ്ക്ക് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. അതിന് ആ ചിന്തകളെ മുന്നോട്ട് നയിക്കുവാനായി 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെറൂഗിലെ വിശുദ്ധനായ മോർ യാക്കോബ് മെൽപ്പാൻ്റെ ചിന്തകളെ ആധാരമാക്കുന്നു. അത് എത്തിച്ചേരുന്നത് ഒരു അപ്പസ്തോലിക പ്രബോധനത്തിലേക്കാണ്. ഇത്രയുമാണ് ഇന്നത്തെ സന്ധ്യയിൽ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, വൈദിക അഭ്യസന, ഭരണ കർത്തൃത്വ മേഖല, മഹാപുരോഹിത ശുശ്രൂഷ, ഇങ്ങനെ വിഭിന്നങ്ങളായ മേഖലകളിൽ പ്രശോഭിച്ച ഒരു മഹാപുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹാചാര്യ പദവിയും സമൂഹത്തോടുള്ള ബന്ധവും ഒക്കെ നാം വിശകലനം ചെയ്യുമ്പോൾ എല്ലാ മേഖലകളിലും ഒരുപോലെ അനുഗ്രഹീതമായി നിലനിന്നുകൊണ്ട് തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ച ഒരു പിതാവാണ് എന്ന് തർക്കമന്യേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കൈവെള്ളയിൽ ഒരു മുത്ത് വെച്ചുകൊണ്ട് ആ മുത്ത് കറക്കിക്കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ മുഖങ്ങളും ഒരുപോലെ പ്രശോഭിതമായിരിക്കും. അതിൻ്റെ ഏതെങ്കിലും ഒരു മുഖത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കുന്നത്, ആ മുത്തിനെക്കുറിച്ച് വർണ്ണിക്കുന്നത് അതൊരു പോരായ്മയായിരിക്കും. എന്നാൽ ആ മുത്ത് എങ്ങനെയായി തീർന്നു, അതെന്തുകൊണ്ട് പ്രശോഭിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുമ്പോഴാണ് നാം അതിനെക്കുറിച്ച് യഥാർത്ഥമായിട്ട് വർണ്ണിക്കുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവയെക്കുറിച്ച് അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം സമഗ്രമായും സുന്ദരമായും തേജസ്സുള്ളതും സർവോപരി എല്ലാവർക്കും ഒരു പാഠ്യ ഗ്രന്ഥവുമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ബഹുവിധമായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ പ്രചോദനം നൽകിയത് എന്താണ് എന്ന് കണ്ടെത്തുമ്പോഴാണ് ആ ജീവിതത്തോടുള്ള ഒരു അനുസ്മരണ പ്രസംഗത്തിൽ നാം നീതി പുലർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഏറ്റവും പ്രശോഭിതനായിട്ട് സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയത് സത്യമായിട്ടും അദ്ദേഹം ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു എന്നുള്ളതാണ്. ആരാണ് ഒരു ക്രിസ്തു ശിഷ്യൻ എന്നുള്ളതിന്, എന്താണ് ഒരു ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്ന് 5-ാം നൂറ്റാണ്ടിനോടടുത്ത് ജീവിച്ചിരുന്ന സാറൂഗിലെ എപ്പിസ്കോപ്പയായിരുന്ന മോർ യാക്കോബ് മെൽപ്പാൻ മൗദ്യാനന്മാരെക്കുറിച്ചും വിശ്വാസ പോരാട്ടക്കാരെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, പാടുമ്പോൾ അദ്ദേഹം ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിലെ സകല പരീക്ഷകളെയും ക്രിസ്തുനാമത്തിൽ സന്തോഷത്തോടെ വഹിക്കുന്നതിനുള്ള ഒരുക്കമാണ് ഒരു ശിഷ്യത്വത്തിൻ്റെ യോഗ്യത. ജീവിതത്തിലെ സകല പരീക്ഷകളെയും ക്രിസ്തുനാമത്തിൽ സന്തോഷത്തോടെ വഹിക്കുന്നതിനുള്ള ഒരുക്കമാണ് ശിഷ്യത്വത്തിൻ്റെ യോഗ്യത. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമിയായി ഭാരതസഭയെ മേയിച്ചു ഭരിച്ച പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ യഥാർത്ഥമായും ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു. അദ്ദേഹം അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് മലങ്കര സഭയെ കൈപിടിച്ച് നടത്തി. അദ്ദേഹം ഒരു പ്രസംഗകനായിരുന്നു. അദ്ദേഹം ഒരു മഹാപുരോഹിതനായിരുന്നു. അദ്ദേഹം സ്കൂളുകൾ ആരംഭിച്ചു, കോളേജുകൾ ആരംഭിച്ചു. അങ്ങനെ ബഹുവിധമായ പലവിധ കാര്യങ്ങൾ ചെയ്തപ്പോഴും അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്.
എന്നാൽ പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് സുതിയമ്പാവയുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി കാണിച്ചത് അദ്ദേഹം ആ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ മുഖമുള്ളവനായിട്ട് നിലനിന്നതിന് കാരണം അദ്ദേഹം സത്യമായും ക്രിസ്തു ശിഷ്യനായിരുന്നു എന്നുള്ളതാണ്. അതാണ് വിലമതിക്കേണ്ടതും അതാണ് വരുവാനുള്ള തലമുറയോട് നാം വിളിച്ചു പറയേണ്ടതും. പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് സുതിയൻ സത്യമായും ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു. ആ ജീവിതത്തെ തൊട്ടറിഞ്ഞ ഒരു ശിഷ്യന്റെ വാക്കുകളിൽ ഇങ്ങനെയാണ്. പരിശുദ്ധനായ മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമനസ്സുകൊണ്ട് ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: അടിക്കടി അനുഭവിക്കേണ്ടി വന്ന പരാജയങ്ങളായിരുന്നു തിരുമേനി അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഏത് മനുഷ്യനെയും തറപറ്റിക്കുന്ന അനുഭവങ്ങളിൽ തിരുമേനി പതറിപ്പോവുകയോ വിജയങ്ങളിൽ ലഹരി പിടിച്ച് അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്തില്ല. പരാജയം സംഭവിച്ച സമയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും ദൈവാശ്രയവും ഏറ്റവും ആദരണീയമായ വിധത്തിൽ പ്രകടമായി കണ്ടത്. ഒരു ജീവിതത്തെ സമഗ്രമായി നോക്കിയിട്ട് കൂടെ നടന്നതായ ഒരു ശിഷ്യൻ തന്നെ മഹാപൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് നടത്തിയ ഗുരുവിൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറയുകയാണ്: നിങ്ങൾക്ക് തോന്നും പരിശുദ്ധനായ ഗീവർഗീസ് സുതിയമ്പാവ വളരെ സന്തോഷപരമായ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നതെന്ന്. എന്നാൽ അദ്ദേഹം പറയുകയാണ്, അടിക്കടി ഉണ്ടായതായ പരാജയങ്ങളിലൂടെയാണ് തിരുമേനി നടന്നുപോയത്. എന്നാൽ ആ പരാജയങ്ങൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയോ വിജയങ്ങൾ അദ്ദേഹത്തെ അമിത ആഹ്ലാദഭരിതനാക്കിയോ തീർക്കാതെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് കഷ്ടതകളെ സന്തോഷത്തോടുകൂടെ ക്രിസ്തുനാമത്തിൽ വഹിക്കുവാനുള്ള ഒരുക്കമുള്ളവനായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് സുതിയമ്പാവ. 1874 ഭൂജാതനായി തീർന്ന് പുന്നൂസ് എന്ന പേരിൽ അറിയപ്പെട്ട് രോഗപീഠകളാൽ ബാല്യകാലം കഴിച്ചുകൂട്ടുകയും മരണത്തോളം എത്തുന്ന ഒരു രോഗത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്ത ഒരു ബാലനായിരുന്നു പുന്നൂസ്. അദ്ദേഹം 9-ാം വയസ്സിൽ പരിമല സെമിനാരിയിൽ എത്തിച്ചേർന്നു. പരിശുദ്ധനായ താപസശ്രേഷ്ഠനായ മോർ ഗ്രിഗോറിയോസ് എന്ന പിതാവിൻ്റെയും മോർ ദിവന്നാസിയോസ് എന്ന ശ്രേഷ്ഠ ഗുരുവിൻ്റെയും അവർ ഇരുവരുടെയും ശിഷ്യനായി സുറിയാനി ഭാഷയും വേദശാസ്ത്രവും അഭ്യസിച്ച പുന്നൂസ് എന്ന് പറയുന്ന ബാല്യക്കാരൻ തുടർന്ന് പഴയ സെമിനാരിയിൽ എത്തിച്ചേരുകയും അതേസമയം തന്നെ CMS സ്കൂളിൽ ചേർന്ന് ഇംഗ്ലീഷ് ഭാഷ അഭ്യസിക്കുകയും ചെയ്തു. 1892 പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത വഴിയായി ഷെമാഷ് പട്ടം സ്വീകരിച്ചു. മഹാപരിശുദ്ധനായ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വൈദിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. പിന്നീട് 1898 വൈദിക പട്ടം സ്വീകരിക്കുകയും 3 ദിവസങ്ങൾക്കുള്ളിൽ ഡയറോയൂസോ സ്ഥാനം പ്രാപിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ കൽപ്പനപ്രകാരം കടമ്പനാട് പള്ളിയിൽ താമസിച്ച് തെക്കൻ ഭദ്രാസനങ്ങളുടെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചു. തുടർന്ന് പഴയ സെമിനാരിയിൽ മടങ്ങിയെത്തുകയും ഷമാഷന്മാർക്ക് വൈദിക വിദ്യാഭ്യാസം നൽകുന്നതിൽ നേതൃത്വം നൽകുകയും ചെയ്തു. പരിശുദ്ധനായ പരിമല മാർ ഗ്രിഗോറിയോസ് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് തൻ്റെ പ്രിയ ശിഷ്യനെയും പിൻഗാമിയെയും കണ്ടെത്തി തൻ്റെ കൽപ്പനയിൽ അത് രേഖപ്പെടുത്തി. പരിമലയുടെ ചുമതലകൾ നിറവേറ്റുവാൻ തക്കവണ്ണം കൽപ്പന മുഖാന്തരം അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തി. ഗുരുവിൻ്റെ കബറടക്കത്തിന് ശേഷം പരിമല സെമിനാരിയുടെ ഉന്നമനത്തിനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. മലങ്കര സഭ മാസികയിലൂടെ അക്ഷരലോകത്തിലേക്ക് മലങ്കര സഭയെ നയിച്ച പിതാവാണ് അദ്ദേഹം. തുടർന്ന് 1912 ഗുരുവിൻ്റെ അതേ സ്ഥാനനാമത്തോടുകൂടി മെത്രാപ്പൊലീത്ത സ്ഥാനം പ്രാപിച്ചു. നിരണം കൊല്ലം മെത്രാസനങ്ങളുടെ ഇടയനായി തീർന്നു. കുണ്ടറ സെമിനാരിയുമായി ബന്ധപ്പെട്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം. ജനത്തിൻ്റെ ആത്മീക അഭിവൃദ്ധിക്കായിട്ട് സുവിശേഷ യോഗങ്ങളും സൺഡേ സ്കൂളും യുവജന സംഘവും പ്രാർത്ഥനാ യോഗങ്ങളും സംഘടിപ്പിക്കുകയും അതിൻ്റെ തുടർ നടപടികൾ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും മാർഗനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനത്തെ പഠിപ്പിച്ചു. അവശ സമൂഹത്തിൻ്റെ, അവശ എന്ന് പറയുന്ന പദം ഇൻവേർട്ടഡ് കോമയിലിട്ടാണ് ഞാൻ പറയുന്നത്, അവശ സമൂഹത്തിൽപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയും അവരെ പഠിപ്പിക്കുവാനും സമൂഹത്തിൻ്റെ പ്രധാന നിരയിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹം പ്രയത്നിച്ചു. മുടക്കും അതിനെ തുടർന്നുള്ള കലുഷിതമായ അന്തരീക്ഷത്തിലും കത്തോലിക്കേറ്റിൻ്റെ കാവൽഭടനായിട്ട് നിലനിന്ന ബസേലിയോസ് ഗീവർഗീസ് സുതിയമ്പാവ 1929 പൗരസ്ത്യ കാതോലിക്കായി സ്ഥാനാരോഹണം ചെയ്തു.
സഭാഭാസുരൻ്റെ കാലശേഷം അദ്ദേഹം മലങ്കരയുടെ മെത്രാൻ എന്ന ശ്രേഷ്ഠ പദവിയിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. ഇങ്ങനെ അനേക തലങ്ങളിൽ നിലനിൽക്കുകയും ആഗോളതലത്തിൽ സഭയെ പ്രതിനിധാനം ചെയ്ത് സഭയുടെ യശസ് വർദ്ധിപ്പിക്കുകയും എഡിൻബറോ ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്ത അനേക വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുള്ള പിതാവാണ്. 1964 ജനുവരി 3 ഒരു വെള്ളിയാഴ്ച രാത്രി ഭൗതിക ഓട്ടം അവസാനിപ്പിച്ച് തൻ്റെ ഗുരുവിൻ്റെ അടുക്കിലേക്ക് പോയി. പരിശുദ്ധനായ മാത്യൂസ് പ്രഥമൻ ബാവ തൻ്റെ ഗുരുവിൻ്റെ ജീവിതം മുഴുവനും ഒരു വിഗഹ വീക്ഷണം നടത്തിയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വരി ഇപ്രകാരമാണ്: പരിശുദ്ധ ബാവായുടെ അന്ത്യകാലം ദർശിച്ചിട്ടുള്ളവർക്ക് അദ്ദേഹം പട്ടുമെത്തയിൽ കിടന്നിരുന്നുവെന്ന ഒരു പ്രതീതി ഉണ്ടാകുവാൻ ഇടയുണ്ട്. സുദീർഘമായ 90 വർഷത്തെ ആയുസ്സിൽ 1958 സെപ്റ്റംബർ മുതൽ 1964 ജനുവരി വരെയുള്ള 5 ചില്ലുവാനം വർഷങ്ങൾ ഉൾക്കൊള്ളുന്ന അന്ത്യഘട്ടവും റംബാൻ സ്ഥാനം പ്രാപിക്കുന്നതിന് മുമ്പുള്ള 25 കൊല്ലങ്ങളും ഒഴിച്ചാൽ തിരുമനസ്സിലെ ജീവിതം ഒരു മുള്ളുമെത്തയായിരുന്നു. ആരംഭവാക്യത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് വേണം ആ ജീവിതത്തെ നോക്കിയിട്ട് ഇതിനെ വിശകലനം ചെയ്യുവാൻ. തങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന സമസ്ത പരാജയങ്ങളെയും സങ്കടങ്ങളെയും ക്രിസ്തുനാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാനുള്ള ഒരുക്കമാണ് ഒരുവനെ ക്രിസ്തു ശിഷ്യനാക്കി തീർക്കുന്നത് എന്ന് മാർ യാക്കോബ് മൽപ്പാൻ വർണ്ണിക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ, ശ്രേഷ്ഠ മൽപ്പാനായി മലങ്കര സഭയെ മേയിച്ചു ഭരിച്ച ഗീവർഗീസ് സുതിയൻ ബാവായും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും പിൻഗാമികളുമായിരുന്ന ഈ കാതോലിക്ക പദത്തിലിരുന്ന സകല പിതാക്കന്മാരും യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി ജനസമൂഹത്തെ മേയിച്ചു ഭരിച്ചവരാണ്. എല്ലാ കഷ്ടതകളും ക്രിസ്തുനാമത്തിൽ വഹിച്ച ഒരുക്കമുള്ള ക്രിസ്തു ശിഷ്യനായിരുന്നു മലങ്കരയുടെ വലിയ ബാവ. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇപ്രകാരം രൂപാന്തരം പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ക്രിസ്തു ശിഷ്യനായി തീരുവാൻ സാധിക്കുന്നത്? ജീവിതത്തിൻ്റെ സമസ്ത സങ്കടങ്ങളുടെ മധ്യത്തിലും പരിഭവവും പരാതിയും പറയാതെ എങ്ങനെയാണ് തൻ്റെ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആ ഉത്തരം കണ്ടെത്തുന്നത് സറൂഗിലെ വിശുദ്ധനായ മാർ യാക്കോബിൻ്റെ മെമ്രയിൽ നിന്ന് തന്നെയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കൂടുതലായിട്ട് വായിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. മാർ യാക്കോബ് മൽപ്പാൻ വിശ്വാസ പോരാട്ടക്കാരെ കുറിച്ചുള്ള തൻ്റെ മിമ്രയിൽ 5-ാം നൂറ്റാണ്ടിൽ എഴുതിയ മിമ്രയിൽ ഇങ്ങനെ പാടുന്നു: അവർ വിശ്വാസ പോരാട്ടക്കാർ യേശു എന്ന മഹാഗുരുവിനാൽ പരിശീലിക്കപ്പെട്ടവരായിരുന്നു. യേശു എന്ന മഹാഗുരുവിനാൽ പരിശീലിപ്പിക്കപ്പെട്ടവരായ വിശ്വാസ പോരാട്ടക്കാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത സങ്കടങ്ങളിലും അവർ സന്തോഷപൂർവ്വം കുരിശെടുത്ത് തോളിന്മേൽ വഹിക്കുവാൻ കാരണമായി തീർന്നത്, ക്രിസ്തു ശിഷ്യരായിട്ട് നിലനിൽക്കുവാൻ സാധിച്ചത് അവർ കർത്താവിനാൽ പരിശീലിപ്പിക്കപ്പെട്ടവരായിരുന്നു. 2 ഗുരുക്കന്മാരെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സ്നേഹത്തെക്കുറിച്ചുള്ള മിമ്രയിലാണ്, 25-ാം മിമ്ര. അതിൽ 2 ഗുരുക്കന്മാരെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു ഗുരു ജീവന്റെ വഴി കാണിച്ചു തരുന്നവൻ, മറ്റേ ഗുരു മരണത്തിൻ്റെ വഴി കാണിച്ചു തരുന്നവൻ. ഒന്നാമത്തെ ഗുരു ക്രിസ്തുവാണ്, രണ്ടാമത്തെ ഗുരു കപട ഗുരുവാണ്, അത് പിശാചാണ്. ഒന്നാമത്തെ ഗുരു പറയുന്നു, നിന്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നീ കൂട്ടുകാരന് വേണ്ടി ജീവന് വെച്ചു കൊടുക്കുന്നതിലും വലിയതായ സ്നേഹമില്ല. നിങ്ങളും ഹൃദയപൂർവ്വം ക്ഷമിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും പാഠം പഠിപ്പിച്ചുകൊണ്ട് സ്വന്തം ശിഷ്യനെ ജീവനിലേക്കും പ്രകാശത്തിലേക്കും വഴി നടത്തുന്ന മഹാഗുരുവായ യേശുവിനെ ഒന്നാമതായിട്ട് യാക്കോബ് മൽപ്പാൻ പരിചയപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹം 5-ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതിയതെന്ന് ഓർക്കണം. അദ്ദേഹം ഒരു കപട ഗുരുവിനെ പരിചയപ്പെടുത്തുന്നു. യാക്കോബ് മൽപ്പാൻ്റെ വാചകങ്ങൾ, വരികൾ ഇങ്ങനെയാണ്: നിന്റെ സഹോദരനോട് നീ കോപത്തോടുകൂടെ പെരുമാറണമെന്നും അവൻ നിന്നെ ഭയക്കണമെന്നും അങ്ങനെ ഭയന്ന് നിന്നെ അനുസരിക്കണമെന്നും മാത്സര്യവും ക്രോധവും അസൂയയും തൻ്റെ ശിഷ്യനിലേക്ക് കുത്തിവെക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം ശിഷ്യനെ വാളിലേക്കും രക്തത്തിലേക്കും മത്സരത്തിലേക്കും വഴി നടത്തി മരണത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നവനാണ് സാത്താൻ എന്ന കപടഗുരു. എന്നിട്ട് യാക്കോബ് മൽപ്പാൻ പറയുകയാണ്, നിങ്ങൾ ഏത് ഗുരുവിനെയാണ് പിൻപറ്റുന്നത് എന്നുള്ളത് നിങ്ങളുടെ നടപടികൾ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടപടികളിലൂടെ നിങ്ങൾ ഏത് ഗുരുവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഹദേന്മാരും വിശ്വാസധീരന്മാരും മൗദ്യാനന്മാരും മൽപ്പാന്മാരും രക്തത്തോളം എത്തി നിൽക്കുന്ന സങ്കടങ്ങളുടെ മധ്യത്തിലും അവർ ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പേ പ്രകാശിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം സത്യമായും അവർ ക്രിസ്തുവിനാൽ പരിശീലിപ്പിക്കപ്പെട്ടവരായിരുന്നു. എന്നിട്ട് യാക്കോബ് മൽപ്പാൻ പറയുകയാണ്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നതെന്നറിയാമോ? അവരുടെ ഗുരു അവരെ പഠിപ്പിച്ചു, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ വിവേകികളുമായിരിക്കുവേൻ. തുടർന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് വളരെ സുന്ദരമായിട്ട് ആ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ വിവേകിമതികളായി തീരണം എന്ന് പറയുമ്പോൾ മലങ്കരയുടെ വലിയ ബാബായുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ, തൻ്റെ ജീവിത നടപടികളിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഹൃദയപരമാർത്ഥതയാൽ നിഷ്കളങ്കനായ ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ കുലീനതയാൽ ശ്രേഷ്ഠനായി തീർന്ന മലങ്കരയുടെ ഒരു മഹാ ഇടയനെയും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഹൃദയപരമാർത്ഥതയാൽ നിഷ്കളങ്കനും തൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ കുലീനതയാൽ വിവേകമതിയുമായ ഒരു പിതാവിനെ ഒരേ സമയം മലങ്കരയുടെ വലിയ ബാബായിലും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളിലും പിൻഗാമികളിലും നമുക്ക് ഒരുപോലെ തന്നെ കാണുവാൻ സാധിക്കും. ഇവരിലെല്ലാവരും കൃത്യമായിട്ടിത് പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഏക ഗുരുവിനാൽ അഭ്യസനം തികഞ്ഞവരായിരുന്നു. ക്രിസ്തു എന്ന ഏക ഗുരുവിനെ ഗുരുവായി സ്വീകരിക്കുകയും അവനെ സത്യമായും പിൻപറ്റുകയും ചെയ്തുകൊണ്ടായിരുന്നു. സറൂഖിലെ യാക്കോബ് മൽപ്പാൻ വ്യാഖ്യാനിക്കുന്നു, പ്രാവിനെ നിഷ്കളങ്കതയുള്ള ജീവി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ്: പ്രാവ് തന്നെ ആക്രമിക്കുന്നവരെയും വെറുക്കാത്ത വിനീതമായ ഒരു പക്ഷിയാണ്. പ്രാവിൻ്റെ കൂടും മുട്ടയും നശിപ്പിച്ചു കളഞ്ഞാലും അത് ഉടച്ചവരെ തെരഞ്ഞുപിടിച്ച് അത് ആക്രമിക്കത്തില്ല. തൻ്റെ പ്രാവിൻ്റെ കൂടും മുട്ടയും താഴെ വീണ് ഉടയുന്നത് കണ്ട് അത് സങ്കടത്തോടുകൂടെ അവിടെ നിന്ന് പറന്നു പോകും. കാക്കക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ പ്രാവ് കൂട്ടം ചേർന്ന് ആരെയും ആക്രമിച്ച ചരിത്രം കേട്ടിട്ടില്ല. പ്രാവ് അതുകൊണ്ട് കോപത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും മുക്തമായ പക്ഷിയാണ്. അത് വഞ്ചനയില്ലാതെ ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. വിശ്വാസ പോരാട്ടക്കാരും മൗദ്യാനന്മാരും മലങ്കരയുടെ വലിയ ബാബ ഉൾപ്പെടെയുള്ള പരിശുദ്ധ പിതാക്കന്മാരും അവർ നിഷ്ഠൂരമായിട്ട് പല പല സാഹചര്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തപ്പോഴും അവർ സൗമ്യരായി നിഷ്കളങ്കരായി അവരുടെ ഗുരുവിൻ്റെ സൗമ്യതയെ പ്രതിഫലിപ്പിച്ചവരാണ്. രാജ്യത്തിൻ്റെ നീതിന്യായ കോടതി അത് അന്ധമായ ഒരു വിധി പുറപ്പെടുവിച്ചപ്പോൾ തർക്കിക്കുവാനോ ആക്രമിക്കുവാനോ നിൽക്കാതെ ഒരു പ്രാവിനെ പോലെ തൻ്റെ ആസ്ഥാനമായിരുന്ന പഴയ സെമിനാരി വിട്ടുകൊണ്ട് ദേവലോകത്തിൻ്റെ കുന്നിലേക്ക് ചേക്കേറിയ മഹാതാപസിയായ ഗീവർഗീസ് ദിയമ്പാവ ആക്രമിക്കുവാൻ നിൽക്കാത്ത പ്രാവിനെ അല്ലാതെ മറ്റേ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? നിഷ്കളങ്കനായി സൗമ്യനായി ഉപദ്രവിച്ചവരെ പോലും ആക്രമിക്കാതെ അവിടം വിട്ട് ഇറങ്ങിപ്പോന്ന മഹാസാത്വികനായ ഗീവർഗീസ് ദിയമ്പാവ സത്യമായും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ള ജീവിതമായിരുന്നു. പരിശുദ്ധനായ ഔഗേൻ ബാവ തൻ്റെ മുൻഗാമിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വരി ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: തന്നെ പൂർണ്ണമായി സമർപ്പിച്ച മഹാപുരോഹിതനായിരുന്നു അദ്ദേഹം. ആരോടും അദ്ദേഹം വിദ്വേഷം വെച്ചു പുലർത്തിയില്ല. പ്രാവിൻ്റെ സ്വഭാവമായിരുന്നു. പ്രാവ് ആരോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല. അതിൻ്റെ മുട്ട ഉടച്ചവരോടോ അതിൻ്റെ കൂട് തല്ലിത്തകർത്തവരോടോ പിന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അത് ആക്രമിക്കത്തില്ല. അതുപോലെ തന്നോട് വിദ്വേഷം വെച്ച് പുലർത്തിയവരോട് പോലും വിദ്വേഷം വെച്ച് പുലർത്താതിരുന്ന മഹാതാപസിയായിരുന്നു പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയമ്പാവ. ഒറ്റവാക്കി പറഞ്ഞ പരമാർത്ഥിയായി ജീവിച്ച യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. ഭാഗ്യവാനായ ബർണബാസ് തിരുമേനി പരിശുദ്ധനായ ഗീവർഗീസ് ദിയമ്പാവയുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: തിരുമേനിയെ സമീപിക്കുന്നവർക്ക് ബഹുമാനത്തെക്കാൾ കൂടുതൽ ഭയമാണുണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ അടുക്കും തോറും തിരുമേനിയിൽ ശിശുസഹജമായ നിഷ്കളങ്കതയും ആത്മാർത്ഥമായ വാത്സല്യവും കാണാമായിരുന്നു. ഗീവർഗീസ് ദിയമ്പാവയുടെ അന്ത്യകൽപ്പനയിൽ അദ്ദേഹം എഴുതി വച്ചിരുന്ന ഒരു വരിയുണ്ട്: വ്യക്തിപരമായി നമുക്ക് ആരോടും യാതൊരു വിരോധവുമില്ല. സത്യമായും
ഈ ഹൃദയപരമാർത്ഥത അനുഭവിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. ഭാഗ്യവാനായ ഒസ്താദ്യോസ് തിരുമേനിയിൽ നിന്ന് പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവയെക്കുറിച്ച് വളരെ ആദരവോടും അതിലുപരിയായി സ്നേഹത്തോടും കൂടി അദ്ദേഹം തൻ്റെ ഗുരുവിനെ വർണ്ണിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിശ്ചയമായും ആ തലമുറയിൽപ്പെട്ടവരും പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവയെ കണ്ടറിഞ്ഞവരുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശാഠ്യത്തിലും ദേഷ്യത്തിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന, അതിനെ കവച്ചു വെക്കുന്നതായ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും അനുഭവിച്ചിട്ടുള്ളവരായിരുന്നു. പ്രാവിനെ പോലെ നിഷ്കളങ്കനായി ജീവിച്ച ഒരു പിതാവ് തൻ്റെ ഹൃദയപരമാർത്ഥതയിൽ വൃദ്ധൻ പുന്നൂസ് ഗോബാക്ക് എന്ന് വിളിച്ചപ്പോഴും വളരെ നർമ്മോക്തിയോടുകൂടെ അതിനെ നേരിടുന്ന സാത്വികനായൊരു പിതാവ് നിർമ്മലനായൊരു പ്രാവിനെ അല്ലാതെ മറ്റാരെയാണ് പ്രതിനിധീകരിക്കുന്നത്? യാക്കോബിൻ്റെ ഭാഷ്യം തുടരുകയാണ്. അദ്ദേഹം പറയുകയാണ്, പാമ്പിനെ പോലെ വിവേകികളായി തീരണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം പാമ്പ് നാശത്തിൽ നിന്നും സ്വയം രക്ഷിക്കുന്നത് കൊണ്ടത്രേ, അത് സൂക്ഷ്മതയോടുകൂടെ ദിനം പ്രതി ജീവിക്കുന്നത് കൊണ്ടത്രേ. ഉരകം ശത്രു അടുത്തു വരുന്നു എന്ന് അറിയുമ്പോൾ അത് സുരക്ഷിതമായ ഇടം തേടുന്നു. ശത്രു അതിനെ പിടിച്ചാലും അടിയിൽ നിന്ന് അതിൻ്റെ ശിരസിനെ രക്ഷിക്കുന്നു. യാക്കോബ് എൽപ്പാൻ വളരെ ലിറ്ററലായിട്ടുള്ള വാജ്യാർത്ഥത്തിൽ നിന്ന് ആത്മീക തലത്തിലേക്ക് തൻ്റെ പ്രഭാഷണം ഉയർത്തുമ്പോൾ അടുത്ത വരി പറയുകയാണ്, അറിയുമോ ആത്മാവിൻ്റെ ശിരസ്സാകുന്നു വിശ്വാസം. സഹദേന്മാരും വിശ്വാസധീരന്മാരും മൽപ്പാന്മാരും കഷ്ടതകളാകുന്ന അടികളേറ്റപ്പോഴും പ്രലോഭനങ്ങളുടെ മുമ്പിൽ നിന്നപ്പോഴും പൂർവിക വിശ്വാസമാകുന്ന ശിരസിന് ക്ഷതമേൽക്കാതെ കാത്തു സൂക്ഷിച്ചു. പൂർവിക വിശ്വാസമാകുന്ന ശിരസ് അടിയിൽ നിന്നും അവർ സംരക്ഷിച്ചത് കൊണ്ടാണ് അവരെ വിവേകികൾ എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ പറയുന്നതല്ല, സെറൂഗിലെ വിശുദ്ധനായ യാക്കോബ് എൽപ്പാൻ പറയുകയാണ്. പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവയും പരിശുദ്ധനായ ഔഗേൻ ബാവായും പരിശുദ്ധനായ മാത്യൂസ് പ്രഥമൻ ബാവായും പരിശുദ്ധനായ പൗലോസ് ദിയംബാവയും മലങ്കരയെ മേച്ചു ഭരിച്ച ശുദ്ധിമാന്മാരായ പിതാക്കന്മാരൊക്കെ തങ്ങളുടെ ഗുരുക്കന്മാർ വിശ്വാസപൂർവം തങ്ങളെ ഭരമേൽപ്പിച്ച വിശ്വാസത്തെ പരിക്കേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ വിജയിച്ചവരായിരുന്നു. സർപ്പം അടിയിൽ നിന്ന് ശിരസിനെ കാക്കുന്നത് പോലെ പ്രലോഭനങ്ങളുടെയും പീഡകളുടെയും കഷ്ടതകളുടെയും മധ്യത്തെ ആത്മാവിൻ്റെ ശിരസ്സാകുന്ന വിശ്വാസത്തെ കാത്ത വിശ്വാസധീരന്മാരെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. അടുത്ത തലമുറയോട് വിളിച്ചു പറയണം, ഇങ്ങനെയുള്ള മനുഷ്യർ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നുവെന്ന്. ഞങ്ങൾക്കിടയിൽ നിന്ന് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പിറവിയെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ കുടുംബങ്ങളിൽ നിലവിളിക്കുകയും ചെയ്യണം. എന്നിട്ട് യാക്കോബ് എൽപ്പാൻ പറയുകയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തെ സംശയങ്ങളിൽ നിന്ന് നിങ്ങൾ അകറ്റണം. സർപ്പം അടിയിൽ നിന്ന് അകന്നു മാറുന്നത് പോലെ ആത്മനഷ്ടമുണ്ടാക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ വിവേകപൂർവം ഓടി ഒളിച്ചുകൊള്ളണം. വിശ്വാസധീരന്മാർ പ്രാവിനെ പോലെ കഷ്ടതകളുടെ മധ്യത്തിലും അശുദ്ധ ആരാധനയ്ക്കായി നിർബന്ധിച്ചപ്പോൾ പ്രാവിനെ പോലെയും അവർ നിഷ്കളങ്കരായി നിലകൊണ്ടു. പലപ്പോഴും പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവ ഉദ്ബോധിപ്പിച്ചൊരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിലെ ഒരു വരി വായിക്കാം. പലപ്പോഴും നാം നിർബന്ധപൂർവം നിങ്ങളെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്ന പ്രകാരം നിങ്ങൾ സത്യവിശ്വാസത്തിൽ ഉറപ്പും നമ്മുടെ പരിപാവനമായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയും താല്പര്യവുമുള്ളവരായിരിക്കണം. പുരാതനവും പരിശുദ്ധവും വിശുദ്ധർക്കൊരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസവും ആരാധനയും അനുഷ്ഠാനവുമാണ് നമ്മുടെ സമ്പത്ത്. എന്തെല്ലാം പ്രയാസം നേരിട്ടാലും എന്ത് ത്യാഗം സഹിച്ചാലും ഈ വിശ്വാസവും ആചാരവും മഹത്തായ പാരമ്പര്യവും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് നമ്മുടെ അവസാന ശ്വാസത്തോടുകൂടി നാം വീണ്ടും ഉറപ്പായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവ താൻ നിർമ്മിച്ച കെട്ടിടങ്ങളെയല്ല സഭയുടെ സമ്പത്തായിട്ട് കണക്കാക്കിയത്. പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവ താൻ ചൊരുക്കൂട്ടിയ സമ്പാദ്യങ്ങളല്ല സഭയുടെ സമ്പത്തായിട്ട് വരും തലമുറയെ കാണിച്ചു കൊടുത്തത്. മറിച്ച് തൻ്റെ പിതാക്കന്മാർ വിശ്വാസപൂർവം തന്നെ ഭരമേൽപ്പിച്ച, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച നിർമ്മലവും പരിശുദ്ധവുമായ വിശ്വാസവും ആരാധനയും അനുഷ്ഠാനവുമാണ്
സഭയുടെ സമ്പത്ത്. ആ സമ്പത്തിനെ നാം ഇതുവരെ കാത്തു സൂക്ഷിച്ചു. അത്സല്യ മക്കളെ, നിങ്ങളും അതിനെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനമായിട്ട് പേനയിൽ മഷിമുക്കി അദ്ദേഹം പേപ്പറിൽ അത് എഴുതി വെക്കുകയാണ്, വരും തലമുറയ്ക്ക് വേണ്ടി. പരിശുദ്ധ വലിയ ബാവായെ വളരെ കൃത്യമായി മാർ ബർണബാസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, വിശുദ്ധ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ അല്പം പോലും ലാഘവം വരുത്താതെ അതെല്ലാം പാലിക്കുകയും അങ്ങനെ തന്നെ പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്ത പിതാവായിരുന്നു പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയംബാവ. ചുരുക്കം പറഞ്ഞാൽ സഭയുടെ സമ്പത്ത് വെച്ച് ചൂതാട്ടം നടത്താതെ ഇരുന്ന വിവേകിയായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവായും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും പിൻഗാമികളും. സഭയുടെ സമ്പത്ത് ആരാലും കവർച്ച ചെയ്യപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ജാഗ്രതയോടുകൂടെ അവസാനം വരെ ഉണർന്നിരുന്ന കാവൽക്കാരനായിരുന്നു പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയംബാവ. മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമിയായി പൗരസ്ത്യ സിംഹാസനത്തിന്റെ അലങ്കാരമായിട്ട് അദ്ദേഹം തീർന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിഷ്കളങ്കതയും ജാഗ്രതയും വിവേകവും മൂലമാണ്. അദ്ദേഹം ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ യാമനമസ്കാരങ്ങൾക്കും ഓരോ കൂദാശകൾക്കും സമയവും കാലവും ഒരുക്കവും ഘടനയും ഉണ്ടെന്നും അതിൻ്റെ പ്രാർത്ഥനകളുടെ ഓരോ വാക്കും അതീവ ശ്രദ്ധയോടുകൂടെ പരിശുദ്ധാത്മ പ്രേരിതമായി പിതാക്കന്മാർ ക്രമീകരിച്ച് നാളേക്കായി ഈ തലമുറയെ വിശ്വാസപൂർവം ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്നും അതിൻ്റെ അതിരുകൾ നഷ്ടമാക്കാതെ പൊളിച്ചു കളയാതെ കാത്തു സൂക്ഷിക്കണമെന്നും പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത പിതാവിനെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നാം പരിചയപ്പെടുന്നത്. ഈ തീഷ്ണതയുടെ പേരിൽ വലിയ ബാവ ഓർക്കപ്പെടുന്നു. CM തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കുറിപ്പുണ്ട്. അതിനകത്ത് അദ്ദേഹം പരിശുദ്ധനായ വലിയ ബാവയുടെ ഒരു വാക്ക് കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ ബാവ പറഞ്ഞൊരു വരി എഴുതി വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: സത്യവിശ്വാസത്തിൽ നിന്ന് സ്വന്തം കാര്യം വരുമ്പോൾ വിശ്വാസി വ്യതിചലിക്കുവാൻ പാടില്ല. നമുക്ക് അതിന് കൂട്ടുനിൽക്കുവാൻ, നമുക്കെന്ന് പറയുന്നത് ബാവാതിരുമേനി തന്നെയാണ് അഭിസംബോധന ചെയ്യുക. നമുക്കതിന് കൂട്ടുനിൽക്കുവാനുമാകില്ല. നമുക്കെപ്പോഴും വലുത് സഭയാണ്. ഇതെപ്പം പറഞ്ഞാണെന്നറിയാവും? ഒരു വികാരിയച്ഛനെ കൊണ്ട് സഭയുടെ വിശ്വാസത്തിനും കീഴ്വഴക്കത്തിനും വിരുദ്ധമായൊരു സംഗതി ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധ ബാവായുടെ ശുപാർശയ്ക്കായിട്ട് വന്നപ്പോൾ മലങ്കരയുടെ ശ്രേഷ്ഠനായ പിതാവ് പറഞ്ഞതാണ്, നമുക്ക് വലുത് സഭയാണ്. സഭയുടെ വിശ്വാസ സമ്പത്തിനെ കവർച്ച ചെയ്യുവാൻ തക്കവണ്ണം കൂട്ടുനിൽക്കുവാൻ നാം തയ്യാറല്ല. യാമനമസ്കാരത്തിന് പോലും കൃത്യമായ സമയമുണ്ടെന്ന് അത്രയ്ക്ക് കണിശമുണ്ടായിരുന്ന പിതാവായിരുന്നു. വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും കാവൽക്കാരൻ. നോമ്പിൽ ഒരു ദിവസം 12 മണിക്ക് കുറേ മിനിറ്റുകൾക്ക് മുമ്പേ മണിയടിച്ചു. പെട്ടെന്ന് ബാവാതിരുമേനി മണിയടിച്ച ആളെ വിളിച്ചിട്ട് പറഞ്ഞു, സമയമായില്ല, തനിക്ക് വിശക്കുന്നെങ്കിൽ താൻ പോയി കഞ്ഞി കുടിച്ചുള്ളൂ. അത്രയ്ക്ക് കണിഷ്ഠതയോടുകൂടെ യാമനമസ്കാരങ്ങളെ പോലും കാത്തു സൂക്ഷിച്ച പിതാവിനെയാണ് നാം സ്മരിക്കുന്നത് എന്നുള്ള ഓർമ്മ അടുത്ത തലമുറയിലേക്ക് കോരിയിടുവാൻ, അതൊരു തീ പോലെ കോരിയിടുവാൻ തക്കവണ്ണം ഈ കൂടിവരവിന് സാധിക്കണം. ചന്ദനപ്പള്ളി സാറ് ഗീവർഗീസ് ദിയംബാവയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വരി ഇങ്ങനെയാണ്. അതിനുശേഷം ജേക്കബച്ചൻ്റെ ഒരു അനുസ്മരണവും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചന്ദനപ്പള്ളി സാർ എഴുതിയേക്കുന്ന ഇതാണ്: എല്ലാറ്റിനും ഉണ്ടായിരുന്നു തിരുമേനിക്ക് ഒരു അടുക്കും ചിട്ടയും ചന്തവും. എന്നിട്ട് ജേക്കബച്ചൻ്റെ വരികളാണ് പിന്നീട് എഴുതി വെച്ചേക്കുന്നത്. കർമാനുഷ്ഠാനങ്ങൾ ഭംഗിയായും ആകർഷകമായും നിർവഹിക്കുന്നതിൽ നിർബന്ധമുള്ള ആളായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവ. ഇതുപോലെ ഒരാളെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന സമയത്ത് അതിൽ പൂർണ്ണമായി ലയിക്കുമായിരുന്നു. കർമ്മം പൂർത്തിയാകുന്നത് വരെ ചുറ്റുപാടും നടക്കുന്നതൊന്നും അറിയുകയില്ല. കർമാനുഷ്ഠാനത്തിൽ പ്രവേശിച്ചാൽ ആൾ തന്നെ വ്യത്യാസപ്പെടും. കർമ്മം അനുഷ്ഠിക്കുന്നയാൾ ആര് തന്നെയായാലും എന്തെങ്കിലും വാക്കോ ആംഗ്യമോ തെറ്റിപ്പോയാൽ അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കും. കർമ്മം വികർമ്മമാക്കരുത് എന്ന പല്ലവി തിരുമേനി ഉപയോഗിച്ചിരുന്നു. വീണ്ടും അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്: എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും കാലേ കൂട്ടി ഒരുങ്ങുക എന്നുള്ളത് നിർബന്ധമായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രം ഒരിക്കലും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്നില്ല. അതിനുള്ള കമ്മീസ് വരെ വേർതിരിച്ചു വെച്ചിരിക്കും.
രാത്രിയിൽ സൂത്താറയും രഹസ്യ പ്രാർത്ഥനയും കഴിഞ്ഞ് കട്ടിലിൽ നെടുകയും കുറുകയും 3 കുരിശു വരച്ചിട്ടാണ് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നത്. TC ജേക്കബച്ചൻ ദൃക്സാക്ഷിയായി കണ്ട കാര്യങ്ങൾ കോറിയിട്ടിരിക്കുകയാണ്. ഭാഗ്യവാനായ ബർണബാസ് തിരുമേനി ഇതിനെല്ലാം കൂടെ നോക്കിയിട്ട് അദ്ദേഹം ഒറ്റ വരിയിൽ ഇത് കുറിച്ചു വച്ചിരിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലുമുള്ള നിഷ്ഠ വലിയ ബാബായെ പൂർണ്ണതയിലേക്ക് നയിച്ചു. കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ അശ്രദ്ധ വലിയ വലിയ വീഴ്ചകളിലേക്ക് നയിക്കും എന്നുള്ള ബോധ്യം, കൊച്ചു കൊച്ചു കാര്യങ്ങളിലെ സൗന്ദര്യവും നീതിബോധവും വലിയ വലിയ സുഹൃത്തുക്കളിലേക്ക് നയിക്കുമെന്നുള്ള ബോധ്യം, ഇത് രണ്ടും ശ്രേഷ്ഠനായ വലിയ ബാബായ്ക്കും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും നാം ഇന്ന് അനുസ്മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിലും ഉണ്ടായിരുന്നു. ഇത് മുഴുവനും അദ്ദേഹം പരിശുദ്ധാത്മ നിറവിൽ ജീവിച്ചു തീർത്ത അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രസംഗമുണ്ട്. 1949 പഴയ സെമിനാരിയിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട്. അദ്ദേഹം മറ്റൊരാളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നൊരു വരിയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥനകൾ മുഴുവനും പരിശുദ്ധാത്മ നിറവിലുള്ളതാണ്. ഇതിൽ എന്തിൻ്റെയെങ്കിലും അർത്ഥം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും അത് വിട്ടുകളയാൻ പാടില്ല. അത് വിട്ടുകളയാൻ പാടില്ല. ഇപ്പോൾ അറിയത്തില്ലെങ്കിൽ ഒരിക്കലെങ്കിലും അത് അറിഞ്ഞുകൊള്ളും. നോക്കൂ, വിശ്വാസപൂർവം സഭ തന്നെ ഭരമേൽപ്പിച്ച, പൂർവ്വപിതാക്കന്മാർ തന്നെ വിശ്വാസപൂർവം ഭരമേൽപ്പിച്ചതായ വിശ്വാസത്തോട് എത്ര ജാഗ്രതയോടും എത്ര കൃത്യതയോടും എത്ര കണിശതയോടും കൂടെയാണ് പരിശുദ്ധനായ വലിയ ബാബ വർത്തിച്ചിരുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ജാഗ്രതയുള്ള കാവൽക്കാരനായി, എന്നാൽ ഹൃദയപരമാർത്ഥതയോടുകൂടെ തൻ്റെ ജനത്തെ ശുശ്രൂഷിച്ച ശ്രേഷ്ഠ പിതാവിനെയാണ് നാം ഇന്ന് സ്മരിക്കുന്നത്. വിശ്വാസത്തിന് ക്ഷതം വരാതെ അത് കൈമാറ്റം ചെയ്ത വിവേകശാലിയായ മഹാപുരോഹിതനെ ഓർത്ത് എടുക്കുകയാണ്. എന്നെ ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് ക്ഷതമേൽക്കാതെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ശിരസ് കാക്കുന്ന ജ്ഞാനമുള്ള പാമ്പിനെ പോലെയും എന്നാൽ ഹൃദയപരമാർത്ഥതയുള്ള സൗമ്യമായ പ്രാവിനെ പോലെയും അദ്ദേഹം ദൃഷ്ടാന്തീകരിച്ചു. അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ ക്രിസ്തു ശിഷ്യനായിട്ട് വിവേകശാലിയും ഹൃദയപരമാർത്ഥതയും ഉള്ളവനായി ജീവിക്കുവാൻ സാധിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഒരു അപ്പോസ്തോലിക പ്രബോധനമാണ്. ആദിമസഭയിൽ കഷ്ടതകളും പീഡകളും ഒക്കെ ഏറ്റപ്പോൾ ആരാണ് നല്ലതെന്നും ആരാണ് ചീത്തയെന്നും ഒന്നും തിരിച്ചറിയാതെ വന്നതായ ഒരു കാലഘട്ടത്തിൽ യൂദാ അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രബോധനമാണ്. മാർ യാക്കോബ് മൽപ്പാൻ ഇതേ പ്രബോധനം തന്നെ എടുത്ത് തൻ്റെ മിമ്രയിൽ ഒറ്റ വരിയിൽ ചുരുക്കിയിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ സ്നേഹത്തിൽ തടവിലായിപ്പോയ മനുഷ്യരാണ്. ഒരു മനുഷ്യന് ഹൃദയപരമാർത്ഥതയോടും വിശ്വാസത്തെ ക്ഷതം കൂടാതെ കാത്തു സൂക്ഷിക്കുവാനും സാധിക്കണമെങ്കിൽ അവൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തടവറയിലായി തീരണമെന്നാണ് യാക്കോബ് മൽപ്പാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നിശ്ചയമായും പരിശുദ്ധനായ ഗീവർഗീസ് ദിയമ്പാവ സാമൂഹിക പരിഷ്കർത്താവും നിരന്തരമായ നിയമപോരാട്ടങ്ങളിലൂടെ വിജയം നേടിയ വ്യക്തിയും വിജയശില്പിയും അതുപോലെ തന്നെ പ്രഗത്ഭനായ വേദപണ്ഡിതനായ പോൾ വർഗീസ് അച്ഛനെ വിസ്മയിപ്പിച്ച വേദപണ്ഡിതനും പ്രശസ്ത വാഗ്മിയായ MV ജോർജ് അച്ഛനെ വിസ്മയിപ്പിച്ച വാഗ്മിയും ഒക്കെയായിരുന്നു, പ്രഭാഷകനും ഒക്കെയായിരുന്നു. വൈദിക പരിശീലനത്തിൽ അഗ്രഗണ്യനായ മൽപ്പാനായിരുന്നു, ശ്രേഷ്ഠ മൽപ്പാനായിരുന്നു, ഉത്തമനായ ഭരണാധികാരിയായിരുന്നു. ധാരാളം മേഖലകളിൽ നിറഞ്ഞു നിന്ന വേദശാസ്ത്രജ്ഞനും പ്രഭാഷകനും ഒക്കെയായിരുന്ന മൽപ്പാനും ഒക്കെയായിരുന്ന ഒരു പിതാവിനെ ഈ തരത്തിലുള്ള വീക്ഷണകോണിൽ നിന്ന് നോക്കി അപഗ്രഥിക്കുന്നത് അത് അപക്വമായിരിക്കും. മറിച്ച് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്. അദ്ദേഹം ഏതടിസ്ഥാനത്തിലാണ് നിലനിന്നത്, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്തായിരുന്നു, അദ്ദേഹം ആർജിച്ച സമ്പത്ത് എന്തായിരുന്നു, ഇത് തിരിച്ചറിയുമ്പോഴാണ് അതുമാത്രമാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്. ആത്മീയത മാത്രമാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്. ആക്ടിവിസ്റ്റ് ആകുന്നതല്ല ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുമ്പോഴാണ് ശ്രേഷ്ഠനായ ഗീവർഗീസ് ദിയമ്പാവയുടെ മഹാത്മ്യം നാം മനസ്സിലാക്കുന്നത്. അത് ഒരു അപ്പോസ്തോലിക പ്രബോധനത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്. യൂദാ അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുവീൻ.
ദൈവഭക്തിയുടെ ദൈവസ്നേഹത്തിന്റെ തടവറയിലായി പോയിരുന്ന വലിയ ബാബ യൂദായുടെ ലേഖനം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തോലിക പ്രബോധനം കൃത്യമായി പരിപാലിച്ചു. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പൊങ്ങച്ചം പറയുന്നവരും, സ്വന്തം കാര്യം നേടുവാൻ വേണ്ടി മുഖസ്തുതി പറയുന്നവരും, ആവലാതി പറയുന്നവരും, പിറുപിറുക്കുന്നവരും, സത്യത്തെ ദൂഷിക്കുന്നവരും ചുറ്റും പെരുകിയപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പോസ്തലൻ ദൈവജനത്തിന് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആകയാൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുവിൻ. ദൈവസ്നേഹത്തിൽ തന്നെത്താൻ സൂക്ഷിച്ച ദൈവപുരുഷനായിരുന്നു ബസേലിയോസ് ഗീവർഗീസ് തുതിയൻ. ആരാണ് ദൈവസ്നേഹി? ദൈവസ്നേഹി ദൈവ കൽപ്പനകളെ പാലിക്കുന്നവനാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പാലിക്കുന്നു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവീൻ എന്ന പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അവരുടെ ഗുരു അവരെ പഠിപ്പിച്ചു. ദൈവകൽപ്പനകൾ പശ്ചാത്തലമനുസരിച്ച് വ്യാഖ്യാനിക്കാതെ അത് അപ്രകാരം തന്നെ അനുഷ്ഠിക്കുകയും അപ്രകാരം തന്നെ അനുവർത്തിക്കുകയും ചെയ്ത പിതാവായിരുന്നു മലങ്കരയുടെ വലിയ ബാബ. എലിയാ ദീർഘദർശിയെക്കുറിച്ച് മഹാനായ മോർ അപ്രേം പിതാവിൻ്റെ ഒരു പ്രഭാഷണത്തിൽ, ഉപവാസത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഏലിയാവ് കർത്താവ് തന്നോട് പറഞ്ഞത് അതേപോലെ ശ്രദ്ധിച്ചു കേട്ടു. അതുകൊണ്ട് അവൻ്റെ ദൈവവും അവൻ പറഞ്ഞത് അതുപോലെ തന്നെ ശ്രദ്ധിച്ചു കേട്ടു. സെറൂഗിലെ മാർ യാക്കോബും ഈ വരികൾ തന്നെ ആവർത്തിക്കുന്നുണ്ട്. എലിയാ ദീർഘദർശി യഹോവയായ ദൈവം തന്നോട് എന്തൊക്കെയാണോ കൽപ്പിച്ചത് അത് വ്യാഖ്യാനിച്ച് നോക്കാതെ അതേപടി അനുഷ്ഠിക്കുകയും അനുവർത്തിക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ ദൈവവും അവനെ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചു. പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് തുതിയൻ ബാവ, മലങ്കരയുടെ വലിയ ബാവ, കർത്താവ് പറഞ്ഞത് അതുപോലെ തന്നെ ശ്രദ്ധിച്ചു കേട്ടവനാണ്. തീരെ അവശനായി മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിയുടെ അടുക്കിലേക്ക് വലിയ ബാബായെ കൊണ്ടുചെന്നപ്പോൾ വലിയ ബാബ അവരോട് പറയുകയാണ്, ഈ രോഗം കൊണ്ട് ദൈവം തമ്പുരാൻ ആപത്തൊന്നും വരുത്തത്തില്ല. തുടർന്ന് അദ്ദേഹം തൈലാഭിഷേക ശുശ്രൂഷ നടത്തി. ഇന്ന് മരിക്കുമെന്ന് കരുതിയ രോഗി 18 വർഷം കൂടെ ജീവിച്ചു. അങ്ങനെ മരണാസന്നനായ ഒരു മനുഷ്യന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തൻ്റെ ഗുരുവിനോട്, തൻ്റെ ഉടയവനോട് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ കൽപ്പനകളെ അനുഷ്ഠിച്ചവനായ തൻ്റെ ശിഷ്യന്റെ യാചന ദൈവം തമ്പുരാനും ശ്രദ്ധയോടുകൂടെ കേട്ടു. ദൈവത്തെ ശ്രദ്ധിച്ചു കേട്ട് അനുസരിച്ച് ദൈവസ്നേഹത്തിൽ തന്നെ കാത്തു സൂക്ഷിച്ച പിതാവായിരുന്നു പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തുതിയൻ. ദൈവസ്നേഹി എന്ന് പറയുന്നത് ദൈവ കൽപ്പനകളെ പാലിക്കുന്നവനാണ്. ദൈവകൽപ്പന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. അത് ദൈവവുമായുള്ള ബന്ധവും മനുഷ്യനുമായുള്ള ബന്ധത്തെ കുറിക്കുന്നു. ലംബവും തിരശ്ചീനവുമായ 2 തലങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു കുരിശ് രൂപപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് തുതിയൻ ബാവായെ ശ്രേഷ്ഠനാക്കി തീർത്തത് ഈ ദൈവസ്നേഹത്തിലുള്ള ബന്ധനവും, അതായത് ദൈവാശ്രയ ബോധമായിരുന്നു. പാണ്ഡിത്യവും നൽവരങ്ങളും ഒന്നുമല്ല ഒരുവനെ ശ്രേഷ്ഠനാക്കി തീർക്കുന്നത്, മറിച്ച് അയാളുടെ ദൈവാശ്രയ ബോധമാണ്. ജീവിതത്തിൻ്റെ നിർമ്മലതയും നിഷ്കളങ്കമായ ദൈവാശ്രയ ബോധവും നിമിത്തം മലങ്കരയുടെ എലിയാവിനെ പോലെ നിന്ന ശ്രേഷ്ഠ പിതാവായിരുന്നു പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തുതിയൻ ബാവ. അവിശുദ്ധമായ ബാന്ധമോ സാമ്പത്തികമായ ഭദ്രതയോ ജനക്കൂട്ടത്തിൻ്റെ പ്രശംസയോ അല്ല തനിക്ക് വേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം ദൈവാശ്രയ ബോധത്തിൽ തന്നെ നിലനിർത്തി. ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിങ്ങനെയാണ്: ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊരു ലോകം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചേക്കാം. ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊരു ലോകം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചേക്കാം. പക്ഷെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത ലോകം ഒരിക്കൽ നിങ്ങൾക്കെതിരായി തിരിയും. അതിങ്ങനെയൊക്കെ പുനർവായിക്കാം. ദൈവത്തെ കൂടാതെ നിങ്ങൾക്ക് ഒരു ഔദ്യോഗിക കർമ്മമണ്ഡലം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചേക്കാം. ദൈവത്തെ കൂടാതെ നിങ്ങൾക്കൊരു ഭവനവും കുടുംബവും ഒക്കെ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിച്ചേക്കാം. ദൈവത്തെ കൂടാതെ പ്രാർത്ഥനയില്ലാതെ നിഷ്ഠയില്ലാതെ നിങ്ങൾക്കൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിച്ചേക്കാം. പക്ഷെ കാലം കുറെ കഴിയുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തത് തന്നെ നിങ്ങൾക്കെതിരായിട്ട് തിരിയും. പരിശുദ്ധനായ ഗീവർഗീസ് തുതിയൻ ബാവ സൃഷ്ടിച്ചെടുത്തതായ
തൻ്റെ ജീവിതം തനിക്കെതിരായി തിരിയാതിരുന്നതിന് കാരണം അത് ദൈവത്തെ കൂടാതെ സൃഷ്ടിച്ചെടുത്തതല്ല എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തോടൊപ്പമായിരുന്നു തൻ്റെ ജീവിതം അദ്ദേഹം കെട്ടിപ്പടുത്തത്. ദൈവഭയത്തെക്കുറിച്ച് വിശുദ്ധനായ മോർ അപ്രേം പിതാവ് സഹദേന്മാരെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവസ്നേഹി ദൈവ കൽപ്പനകളെ പാലിക്കുന്നു, അവർ ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവരെ സൃഷ്ടി മുഴുവനും ഭയപ്പെടും. ദൈവകൽപ്പന പാലിക്കുന്നവൻ്റെ കൽപ്പന പ്രകൃതി അനുസരിക്കും. ദൈവാശ്രയ ബോധമുള്ളവൻ ലോകത്തിൻ്റെ ഭീതിയെയോ ദുഷ്ടനെയോ വകവെക്കുന്നില്ല. ഒരു അടയാളവും ഗോപുരവും പോലെ ദൈവത്തെ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിർത്തുന്നു. മനുഷ്യരെല്ലാം ഭയക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന മരണം ദൈവസ്നേഹിക്ക് വിരുന്നാണ്. ദൈവഭയം വർദ്ധിക്കുമ്പോൾ വിനയവും വർദ്ധിക്കും. ദൈവം താണിറങ്ങി വന്ന് അവൻ്റെ ആത്മാവിൽ വാസമുറപ്പിക്കുന്നു. കർത്താവ് അവനെ സംരക്ഷിച്ച് അവൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെ വീണ്ടെടുക്കുന്നു. പാപിയോ ദൈവഭയത്തിൽ നിന്നും അകലുന്നവനും അതിനാൽ പാപത്താൽ നിറഞ്ഞ് വിറയ്ക്കുന്നവനുമാണ്. അങ്ങനെ അവൻ ഭയം മൂലം വിറയ്ക്കുന്നു. പരിശുദ്ധനായ മാത്യു സ്തുതിയൻ ബാവ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗീവർഗീസ് സ്തുതിയൻ ബാവയുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്: ദൈവഭക്തിയും അടിയുറച്ച വിശ്വാസവും സർവോപരി സത്യദീക്ഷയുമായിരുന്നു. ഏതു ധീരനും കാലിടറുന്ന അവസരത്തിലും സത്യം ജയിക്കുമെന്ന പതറാത്ത വിശ്വാസം ബാവായ്ക്കുണ്ടായിരുന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി എന്നവണ്ണം യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ഇതെന്ത് പരീക്ഷണമാണ്! ബലഹീനനായ മനുഷ്യനെ ഇപ്രകാരം മർദ്ദിക്കുവാൻ അനുവദിച്ചാൽ കൃമിയായ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇയ്യോബിനെ പോലെ അദ്ദേഹം വിലപിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുവെന്ന് പരിശുദ്ധനായ മാത്യൂസ് പ്രഥമൻ ബാവ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവാശ്രയ ബോധത്തോടുകൂടെ ജീവിച്ച് ദൈവകൽപ്പനകളെ പാലിച്ച് ജീവിച്ചതായ ഗീവർഗീസ് സ്തുതിയൻ ബാവ തൻ്റെ ജീവിതത്തിലുടനീളം ദൈവകൽപ്പനകളെ പാലിച്ചു. എന്നിട്ട് അദ്ദേഹം കൽപ്പനയിൽ രേഖപ്പെടുത്തി, അന്ത്യകൽപ്പനയിൽ: നിങ്ങളേവരും ദൈവഭക്തിയിലും സഭയോടുള്ള സ്നേഹത്തിലും ഒട്ടും തണുത്തു പോകരുത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ വലുതായ ആഗ്രഹം നമുക്കുണ്ട്. അവസാനമായിട്ട് ഓർപ്പിക്കുകയാണ്, നിങ്ങളേവരും ദൈവഭക്തിയിലും സഭയോടുള്ള സ്നേഹത്തിലും ഒട്ടും തണുത്തു പോകരുത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ വലുതായ ഒരാഗ്രഹമുണ്ട്. TC ജേക്കബ് അച്ഛൻ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: തിരുമേനിയുടെ വിശ്വാസവും ദൈവാശ്രയ ബോധവും അനിതര സാധാരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം ഒരു ശിശുവിൻ്റെ വിശ്വാസം പോലെ നിർമ്മലമായിരുന്നു. ദൈവത്തെ അള്ളിപ്പിടിക്കുകയും യാക്കോബിനെ പോലെ മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു മഹായോഗിയായിരുന്നു പരിശുദ്ധനായ ബാവാ തിരുമേനി. പഴയ നിയമ ഗോത്രപിതാക്കന്മാരെ പോലെ ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്ത ഒരു പിതാവായിരുന്നു ബാവാ തിരുമേനി. അദ്ദേഹത്തിന് ഭയമില്ലാതെ ജീവിക്കുവാൻ സാധിച്ചത്, ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ മധ്യത്തിൽ നിരാശപ്പെട്ടു പോകാതെ ജീവിക്കുവാൻ സാധിച്ചത് ഈ ദൈവാശ്രയ ബോധവും ദൈവഭയവുമായിരുന്നു. യൗനോ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ബാർബറായ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവഭയമില്ലാത്തവൻ സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്നു. ഹൃദയം ദൈവസ്നേഹത്തിൽ ബന്ധിതമായിരിക്കുന്നവനോ ഒന്നും ഭയപ്പെടുന്നില്ല. നാം ആധാരമായിട്ട് എത്തിച്ചേർന്നതായ വേദവാക്യം വിശുദ്ധനായ യൂദായുടെ ലേഖനത്തിലെ വാക്യമായിരുന്നു: ആകയാൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുസൂക്ഷിക്കുവിൻ. ദൈവസ്നേഹത്തിൽ തന്നെ കാത്തുസൂക്ഷിച്ച ഒരു പിതാവ് സ്വന്തം ജീവിതത്തിൽ നേരിട്ടതായ സങ്കടങ്ങളുടെ മധ്യത്തിൽ ഒന്നിനെയും ഭയപ്പെടാതെ തൻ്റെ ജീവിതത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ഒരു ഗോകുലം പോലെ, പ്രത്യാശ പോലെ തൻ്റെ ഉടയവനെ വെച്ചുകൊണ്ടവനാണ്. നിർഭയത്വവും ദൈവസ്നേഹവും തമ്മിൽ ബന്ധമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ മരണത്തെ പോലും വെല്ലുവിളിക്കുന്നത് ഈ തികഞ്ഞ ദൈവാശ്രയ ബോധത്തിൽ നിന്നുകൊണ്ടാണ്. സഹദേന്മാർ മരണത്തിന് കഴുത്ത് നീട്ടിക്കൊടുത്തത് ഈ തികഞ്ഞ ദൈവാശ്രയ ബോധത്തിലാണ്. ഒന്നിനും കോംപ്രമൈസ് ചെയ്യാതെ അവർ സത്യമായും കർത്താവിൻ്റെ കൽപ്പനകളെ അനുഷ്ഠിക്കുന്നതിൽ മുന്നിട്ട് നിന്നത് ഈ തികഞ്ഞ ദൈവാശ്രയ ബോധത്തിലാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളഞ്ഞു. മാളികമുറിയിൽ ശ്ലീഹന്മാർ ഭയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിക്കുന്നു. കർത്താവിനെ കണ്ടതിൽ ശിഷ്യന്മാർ സന്തോഷിച്ചുവെന്നാണ് അവിടെയുണ്ടായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്.
കർത്താവിനെ കണ്ട ശിഷ്യന്മാർ പിന്നീട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തന്മാരും ധീരന്മാരുമായി തീർന്നത് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ കണ്ട ഉറപ്പിലായിരുന്നു. ഉത്ഥിതനായ കർത്താവിനെ കണ്ട ഉറപ്പായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് ദിയൻ ബാവായെ ദൈവാശ്രയ ബോധമുള്ളവനാക്കിയത്. ദൈവസ്നേഹത്തിൻ്റെ തടവിലായിപ്പോയത് അതുകൊണ്ടാണ്. തൻ്റെ ഉടയവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ അദ്ദേഹം ജീവിതത്തിൻ്റെ സമസ്ത സങ്കടങ്ങളെയും നേരിട്ടു. വെല്ലൂര് ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് നിലവിളിക്കുന്നതായ ഒരു ജനസമൂഹത്തോട് പരിശുദ്ധനായ ഗീവർഗീസ് ദിയൻ ബാവ പറയുന്നൊരു വാചകമുണ്ട്. ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി കരയരുത്. അത് തെറ്റാണ്. ഞാനൊരു വലിയ ഓപ്പറേഷന് പോവുകയാണെന്ന് എനിക്കറിയാം. ഇഹലോകത്തിലെ ചുമതലകൾ ഞാൻ തീർത്തെന്ന് എൻ്റെ കർത്താവിന് തോന്നിയാൽ എന്നെ മടക്കി വിളിക്കും. അപ്പോൾ ഞാൻ അവിടേക്ക് പോകും. എല്ലാം ദൈവ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതാണ് വിശ്വാസ സ്ഥിരതയും ദൈവാശ്രയ ബോധവും എന്ന് പറയുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് ദിയൻ ബാവ എൻ്റെ ദൈവാശ്രയ ബോധത്തിൽ നിലനിന്നുകൊണ്ട് തൻ്റെ ദൈവജനത്തെ, തന്നെ ഏൽപ്പിച്ചതായ ജനത്തെ വഴി നടത്തിയ പിതാവാണ്. ഇന്ന് ഈ പിതാവിൻ്റെ ഓർമ്മയിൽ സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുകേൾവിയുള്ളവരാണ് ബഹുഭൂരിപക്ഷം പേരും ഇവിടെയുള്ളവർ. നമ്മുടെ പിതാക്കന്മാരും ഗുരുക്കന്മാരും നമ്മോട് പറഞ്ഞു തന്നതാണ്. ഈ തലമുറയിലേക്ക്, അടുത്ത തലമുറയിലേക്ക് ഈ പിതാവിൻ്റെ ദൈവാശ്രയ ബോധത്തെ സന്നിവേശിപ്പിക്കുവാൻ തക്കവണ്ണം നാം പ്രാപ്തരായിത്തീരണം. കണ്ടുപഠിക്കുവാനുള്ള മാതൃകകൾ അനേകർ അടുത്ത തലമുറയിൽ എഴുന്നേറ്റ് വരുവാനും ഒക്കെ തക്കവണ്ണം നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവായെക്കുറിച്ച് വീണ്ടും ഓർക്കുമ്പോൾ അദ്ദേഹം വിനയാന്വിതനായ ഒരു സന്യാസിയായിരുന്നു, ഒരു ഉത്തമ ദേറാക്കാരനായിരുന്നു, ഇഹീദോയക്കാരനായിരുന്നു. ഇഹീദോ എന്ന വാക്കിൻ്റെ അർത്ഥം ഏകജാതൻ. ഇഹീദോ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വിളിപ്പേരാണ്. യേശുക്രിസ്തുവിൻ്റെ വിളിപ്പേരെന്തിനാണ് സന്യാസിമാർക്ക് കൊടുത്തിരിക്കുന്നത്? കുരിശ് ധരിച്ചിരിക്കുന്ന സന്യാസിക്ക് ഒറ്റ ഇഷ്ടമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. വിഭജിതമാകാത്ത മനസ്സോടുകൂടെ ദൈവ ഇഷ്ടം തന്നിൽ പൂർത്തീകരിക്കുന്നവന് പറയുന്ന പേരാണ് ഇഹിദായക്കാരൻ. ഗത്ശമനയിൽ അവിടെ ഒരു കല്ലിന്മേൽ മുട്ടമർത്തി വെച്ചുകൊണ്ട് രക്തം ചീന്തി വീഴുന്ന വേദനയിൽ പിതാവാം ദൈവത്തോട് സമ്മതിക്കുന്നവനായ മനുഷ്യപുത്രൻ അവിടെ പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. സ്വന്തം ഇഷ്ടങ്ങൾ ദൈവ ഇഷ്ടമായിട്ട് വ്യാഖ്യാനിക്കാത്തവനാണ് ഇഹിദായക്കാരൻ. ജീവിതത്തിൻ്റെ സമസ്ത സങ്കടങ്ങളും നേരിടുമ്പോൾ അതിൽ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നും ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ അവനത് പൂർത്തീകരിക്കുമെന്നും ഉള്ളത്തിൽ ഉറപ്പിക്കുന്നവന് പറയുന്ന പേരാണ് ഇഹിദായക്കാരൻ. നാം ഇത്ര നേരം കേട്ട പരിശുദ്ധനായ ഗീവർഗീസ് ദിയൻ ബാവ എല്ലാം ദൈവ ഇഷ്ടമാണ്. ഞാനൊരു ഓപ്പറേഷന് പോകുമെന്ന് എനിക്കറിയാം, മടങ്ങി വരുമോയെന്ന് നിശ്ചയമൊന്നുമില്ല. എൻ്റെ ജോലികൾ തീർത്തെന്ന് എന്നെ ഇങ്ങോട്ട് വിട്ടുവന് ബോധ്യമുണ്ടെങ്കിൽ അവിടുന്ന് എന്നെ വിളിച്ചോളും, ഞാൻ മടങ്ങിപ്പോകും. നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ട. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. ഒരു അശനിപാതം പോലെ, ഇടുത്തി പോലെ സഭയുടെ മേൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പിതാവ് പറഞ്ഞതാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്ര ധീരതയോടുകൂടെ നിലനിൽക്കുവാൻ സാധിക്കുന്നത്? വിഭജിതമാകാത്ത മനസ്സോടുകൂടെ സ്വാർത്ഥ ഇഷ്ടമോ സ്വന്തം താല്പര്യമോ സ്വന്തം ലക്ഷ്യങ്ങളോ ഉണ്ടായി തൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ടു പോകാതെ ക്രിസ്തു കേന്ദ്രീകൃതവും ക്രിസ്തു പൂരിതവുമായി തൻ്റെ ഹൃദയത്തെ കാത്തുസൂക്ഷിച്ച പിതാവായിരുന്നു പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയൻ ബാവ. സത്യമായും അദ്ദേഹം ഒരു ഇഹിദായക്കാരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വെളിപ്പെട്ടു. കുരിശിൻ്റെ ചുവട്ടിൽ തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചവനായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് ദിയൻ ബാവ. അദ്ദേഹത്തിൻ്റെ കൈകളാലും നാവുകളാലും നടപടികളാലും തൻ്റെ ആത്മാവിൻ്റെ കുലീനതയും നന്മയും ലോകത്തിന് വെളിപ്പെട്ടു. റോമിലെ വിശുദ്ധനായ ക്ലീമീസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു. 2-ാം ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം എല്ലാവർക്കും ദൃശ്യമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ കൈകളാലും നിങ്ങളുടെ നാവുകളാലും നിങ്ങളുടെ ആത്മാവിൻ്റെ നന്മയും സർവർക്കും ദൃശ്യമായി തീരട്ടെ. ഒരുവൻ്റെ നടപടി നോക്കിയാൽ അറിയാം അവൻ്റെ ആത്മാവിൻ്റെ കുലീനത. ഒരുവൻ്റെ വാക്കുകളുടെ കുലീനതയിൽ അവൻ്റെ ആത്മാവിൻ്റെ കുലീനത വിളിച്ച് പറയുന്നു. ഒരുവൻ്റെ നിർമ്മലതയിൽ, ഒരുവൻ്റെ പരിപക്വതയുള്ള വിനയത്തിൽ അവൻ്റെ ആത്മാവിൻ്റെ കുലീനത വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ടാണ് റോമിലെ വിശുദ്ധ ക്ലീമീസ് ഓർപ്പിക്കുന്നത്,
നിങ്ങളുടെ ശരീരം എല്ലാവർക്കും ദൃശ്യമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവ് മറ്റുള്ളവർക്ക് ദൃശ്യമായിരിക്കുന്നത് നിങ്ങളുടെ കൈകളാലും നിങ്ങളുടെ നാവുകളാലും അത്രേ. പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവ കുലീനതയുള്ള സന്യാസിയായിരുന്നു. തൻ്റെ ശരീരത്തിൽ കുരിശ് വഹിച്ചതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെയും ചിന്തകളുടെയും മുകളിൽ കാൽവറിയിലെ കുരിശിനെ പ്രതിഷ്ഠിച്ചവനായിരുന്നു പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയംബാവ. അദ്ദേഹം സന്യാസ ജീവിതത്തെ അനുഗ്രഹകരമാക്കി തീർത്തത് തൻ്റെ അനുസരണത്തിലും എൻ്റെ വിനയത്തിലുമാണ്. അനുസരണവും വിനയവും അത് തമ്മിൽ പരസ്പരം ബന്ധിതമായിരിക്കുന്ന പദങ്ങളാണ്. ഷ്മാ എന്ന് പറയുന്ന ആ ഒരു മൂലപദത്തിന് ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം വൈദികർക്കും വൈദിക സെമിനാരി വിദ്യാർത്ഥികൾക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നില്ല. അനുസരണവും വിനയവും തമ്മിൽ ബന്ധിതമാണ്. അനുസരണത്തിനും കേൾവിക്കും ഒരേ പദം തന്നെ ഉപയോഗിക്കുന്നു. യൗനോ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബാറബ്രായ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വരി കൂടിയാണിത്. അദ്ദേഹം പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവയുടെ ഒരു കൽപ്പനയിൽ ഇങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്: വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സാധിക്കണമെന്ന് വിചാരിക്കാതെ ദൈവ ഇഷ്ടം നടക്കണമെന്നതായിരിക്കണം എപ്പോഴും നിങ്ങളുടെ ഉദ്ദേശം. ഇതിൽ നിഷ്ഠ പാലിച്ചാൽ നമുക്കിടയിലുള്ള അസ്വാസ്ഥ്യമില്ലാതെ അത് മാറിക്കൊള്ളും. ഗത്ശീമോനിൽ അതിവേദന അനുഭവിക്കുമ്പോഴും പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമ്മുടെ കർത്താവ് തന്നെത്താൻ ഭരമേൽപ്പിച്ചു കൊടുത്തു. ഇതാണ് താൻ നമുക്ക് വെച്ചേച്ചു പോയിരിക്കുന്ന മാതൃക. ഈ മാതൃക നാം പിന്തുടർന്നാൽ നമുക്കിടയിലുള്ള എല്ലാ ഛിദ്രവാസനയും അവസാനിക്കും. സത്യമായും പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് ദിയംബാവ ശ്രേഷ്ഠനായ ദയറാക്കാരനായിരുന്നുവെന്ന് പറയുവാനുള്ള സംഗതി, അദ്ദേഹം വ്യക്തിപരമായ ഇഷ്ടങ്ങൾ കാത്തുസൂക്ഷിക്കാതെ ദൈവ ഇഷ്ടത്തിന് ചെവി കൊടുത്തവനാണ്. ദൈവ ഇഷ്ടത്തിന് ചെവി കൊടുത്തപ്പോൾ ജീവിതത്തിൽ ഏറി വന്നതായ സങ്കടങ്ങളെയും അനുസരണത്തോടുകൂടെ ഒരുക്കത്തോടുകൂടെ അദ്ദേഹം സ്വീകരിച്ചു. ദൈവഹിതത്തിന് തന്നെ വിധേയമാക്കിയ സാത്വികമായ ജീവിതത്തിൻ്റെ അവലോകനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവയെക്കുറിച്ച് യൂഹാനോൻ മാർത്തോമ ഒരു കുറിപ്പെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പുത്തങ്കാവിലെ തിരുമേനിയുടെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിന് മുമ്പുള്ള കുറേ സമയം ഞാൻ പരിശുദ്ധ ബാവാ തിരുമേനിയോടൊപ്പമുണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹം എഴുതുകയാണ്: സുപ്രീം കോടതി വിധിക്ക് ശേഷം കല്ലിശ്ശേരിയിൽ നടന്ന ഗംഭീരമായ യോഗത്തിലും തിരുമേനിയോടൊപ്പം കുറേ സമയം ഞാൻ ചിലവഴിച്ചു. ജയഘോഷ സമയത്തും തോൽവിയുടെ സമയത്തും ഒരുപോലെ അചഞ്ചലനായും ദൈവാശ്രയബോധമുള്ളവനുമായും ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഇതാണ് സ്ഥിരതയെന്ന് പറയുന്നത്. കഷ്ടതകളിൽ പതറിപ്പോകാതെയും ജീവിതത്തിൽ നേരിടുന്നതായ പ്രതികൂലങ്ങളെ അതിനെ സമചിത്തതയോടുകൂടെ നേരിടുവാനും അതിലെ ദൈവപദ്ധതി തിരിച്ചറിയുവാനും സാധിക്കുന്നത് ദൈവ ഇഷ്ടത്തിന് വിധേയമാകുകയും ദൈവ ഇഷ്ടത്തെ തങ്ങളുടെ ഹൃദയത്തിൽ അത് പൂരിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കാണ് അത് സാധിക്കുന്നത്. സന്യാസത്തിൻ്റെ കർക്കശമായ സത്യമുള്ള വ്രതജീവിതം അദ്ദേഹത്തിൻ്റെ നടപടികളാൽ ലോകം കണ്ടു. പരിശുദ്ധനായ മാത്യൂസ് പ്രഥമൻ ബാവ ആ സന്യാസ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നുണ്ട്: വ്രതജീവിതം അങ്ങേയറ്റം കൃത്യമായി ആചരിച്ചാലും സത്യം, ധർമ്മം, നീതി എന്നിവയിൽ ഒട്ടും പരിശീലിച്ചിട്ടില്ലാത്ത ആളുകൾ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. അവർ അവിശ്വസ്തത കാണിക്കുകയും അനീതിക്ക് കൂട്ടുനിൽക്കുകയും ന്യായം മറിച്ചു കളയുകയും ചെയ്യുമ്പോൾ അവരുടെ വ്രതത്തിന് എന്ത് പ്രയോജനമെന്ന് തോന്നിപ്പോകുന്നു. നമ്മുടെ ബാവാ തിരുമേനി ഇതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ആരോടെങ്കിലും അനീതി കാണിക്കുകയോ അന്യായം പ്രവർത്തിക്കുകയോ ആരെയെങ്കിലും കബളിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തെന്ന് ആരെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല. ഒരു മരത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനിൽ നിന്ന് പ്രാർത്ഥനയുടെ ഫലമുണ്ടാകണം. പ്രാർത്ഥനയുടെ ഫലം പരിശുദ്ധാത്മ സമ്പാദനമാണ്, ദൈവസ്നേഹത്തിൻ്റെ സമ്പാദനമാണ്. ദൈവസ്നേഹത്തെ സമ്പാദിക്കുന്നവൻ പരിശുദ്ധാത്മ ഫലം പുറപ്പെടുവിക്കും. പരിശുദ്ധാത്മ ഫലം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തതയുണ്ട്, സൗമ്യതയുണ്ട്, ഇന്ദ്രിയജയമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എവിടെയെങ്കിലും അടർന്നു പോവുകയോ വിട്ടുപോവുകയോ ചെയ്താൽ നാം ആരോടാണ് പ്രാർത്ഥിച്ചതെന്നും നാം എന്ത് കാര്യത്തിലാണ് വ്രതമനുഷ്ഠിച്ചതെന്നും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരവസ്ഥ സംജാതമായി തീരും. പരിശുദ്ധനായ ഗീവർഗീസ് ദിയംബാവയും സത്യമായും ദൈവത്തെ പിൻപറ്റിയ
പരിശുദ്ധരായ സകല മനുഷ്യരും, അതിൽ വൈദിക അവൈദിക വ്യത്യാസമൊന്നുമില്ല. ഇന്നും നമുക്കിടയിൽ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവരാണ് ഈ സമൂഹത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന വിജയത്തിൻ്റെ തൂണുകളെന്നൊക്കെ പറയുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് ബാവ അത്രമാത്രം സാത്വികമായ വ്രതജീവിതത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. എല്ലാറ്റിലും അടുക്കും ചിട്ടയും വൃത്തിയും നിഷ്ഠയും കൃത്യതയും ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരു യോഗിക്ക് ചേർന്നതാണ് നിഷ്ഠ, ഒരു യോഗിക്ക് ചേർന്നതാണ് ചിട്ട, ഒരു യോഗിക്ക് ചേർന്നതാണ് വൃത്തി. തോമസ് മണപ്പള്ളിലച്ചൻ അതങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ അവലോകനം ചെയ്താൽ ഈ വൃത്തിയും ചിട്ടയും നിഷ്ഠയും അച്ചടക്കവും കൃത്യതയും ഒക്കെ കൃത്യമായിട്ട് കാണുവാൻ സാധിച്ചിരുന്നു. സ്വന്തം ജീവിതത്തിൻ്റെ ബലഹീനതകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടെ നിലവിളിച്ച താപസനായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് ബാവ. മോർ അപ്രേം പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്രേം പിതാവ് സഹദേന്മാരെയൊക്കെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി പാടിയിട്ട് അവസാനം അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുകയാണ്: ദൈവമേ, സകല വിശുദ്ധരുടെയും പ്രത്യാശയായ കർത്താവേ, ഇപ്പോൾ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. കരുണയാവശ്യമായ ന്യായവിധിയുടെ ദിവസം നിന്റെ കാരുണ്യം ഈ ബലഹീനനായ അപ്രേമിൻ്റെ മേൽ ചൊരിയണമേ. ഞാൻ പാപിയാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ അറിയുന്നതിനാൽ നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് കഴിവില്ല, പ്രാപ്തിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്: നിന്റെ വിശുദ്ധരുടെ വാസസ്ഥലത്തിന് സമീപത്ത് നിൽക്കുവാനെങ്കിലും എന്നെ നീ അനുവദിക്കണമേ. ഓ, മഹാമേരു പോലെ നിൽക്കുന്ന പരിശുദ്ധനായ ഗീവർഗീസ് ബാവയുടെ ജീവിതത്തെ നാം വിശകലനം ചെയ്യുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അപഗ്രഥിക്കുമ്പോൾ, മഹാപരിശുദ്ധനായ മാർ അപ്രേമിൻ്റെ പ്രാർത്ഥന 100 മടങ്ങ് ഉച്ചത്തിൽ 100 മടങ്ങായിട്ട് ചൊല്ലണം. ദൈവമേ, ഞാൻ മഹാപാപിയാകുന്നുവെന്ന് എൻ്റെ നടപടികളിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ വിശുദ്ധന്മാരുടെ കൂടാരങ്ങളുടെ അടുത്ത് നിൽക്കുവാനുള്ള യോഗ്യതയെങ്കിലും എനിക്ക് തരണമേ. നിൻ്റെ കരുണ എൻ്റെ മേൽ ചൊരിയണമേ. ഇതേ പ്രാർത്ഥന ദിവസവും ആവർത്തിച്ചിരുന്നയാളായിരുന്നു പരിശുദ്ധനായ ഗീവർഗീസ് ബാവ. ദൈവസ്നേഹത്തിൽ നിറയുന്ന മനുഷ്യർക്ക് മാത്രമേ തങ്ങളുടെ ബലഹീനതകളെക്കുറിച്ച് ബോധ്യമുണ്ടാകത്തുള്ളൂ. പാതിരാത്രി നമസ്കാരത്തിന് ശേഷം മേശയുടെ അരികിൽ വന്ന് അല്പസമയം ധ്യാനിച്ചു നിന്ന ശേഷം പുസ്തകത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അവസാനിപ്പിച്ച് കൈമടക്കി ശക്തിയായി മാറിലിടിച്ച്, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ, ഈ പാപപ്പെട്ട സഭയെ ദർശിക്കണമേ എന്ന് നിലവിളിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ബാവ എന്നിട്ട് തൻ്റെ ഗുരുവിനോട് മധ്യസ്ഥത യാചിക്കും, പരിശുദ്ധനായ പരിമല തിരുമേനിയോട്. എന്നിട്ട് പറയുകയാണ്: എൻ്റെ പിതാവേ, ഈ ജനത്തെ മേയ്ക്കുവാൻ ഈ കൃമിക്ക് അങ്ങയുടെ പ്രാർത്ഥന സഹായമായിരിക്കണമേ. നോക്കൂ, പ്രാർത്ഥനയിലും ജീവിത നിഷ്ഠകളിലും ഇത്രയും പരിപക്വനായ ഒരു പിതാവ് എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള ബലഹീനതകൾ ഒരിക്കലും താൻ നയിക്കുന്ന ജനത്തിന് അത് തിന്മയ്ക്ക് കാരണമായി തീരരുതേ എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, എൻ്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പരിശുദ്ധനായ മോർ അപ്രേമിനെ പോലെ നിലവിളിച്ച് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ നിശബ്ദമായി ഉറക്കത്തിൽ പോലും പ്രാർത്ഥിച്ചിരുന്ന പിതാക്കന്മാർ, അവൈദികരും വൈദികരും ഉൾപ്പെടെയുള്ള വിശ്വാസധീരന്മാർ, അവരിന്നും ഈ സഭയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്, അവരിൽ പലരും അറിയപ്പെടാതെ പോലും നിലനിൽക്കുന്നത് കൊണ്ടാണ് നാം ഉൾപ്പെടെയുള്ള സമൂഹം ഇവിടെ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിലനിന്നു പോകുന്നത് എന്നുള്ള ബോധ്യം ഈ ഓർമ്മ പെരുന്നാളിൽ നമ്മെ നയിക്കണം. ഗീവർഗീസ് ബാവയുടെ വിനയത്തിൻ്റെ പ്രകാശീകരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. ബർണബാസ് തിരുമേനി എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. മറ്റുള്ളവരെ ആദരിക്കുന്നതിൽ തിരുമേനി വളരെ ശ്രദ്ധിച്ചിരുന്നു. മറ്റുള്ളവരെ ആദരിക്കുവാൻ സാധിക്കുന്നത് ദൈവികമായ വിനയത്തിൽ നിറയുന്ന മനുഷ്യരാണ്. യുഹാനോ നീഹീദോയോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ മുമ്പാകെ നിൽക്കുന്നവൻ കള്ളനോ കവർച്ചക്കാരനോ കൊലപാതകിയോ വ്യഭിചാരിയോ ആണെങ്കിൽ പോലും അവൻ നിന്നേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് നീ തിരിച്ചറിയുമ്പോഴാണ് നീ യഥാർത്ഥ വിനയമുള്ളവനായി തീരുന്നത്. ഈ നിഷ്ഠയും ദൈവാശ്രയബോധമുള്ള ജീവിതത്തിലാണ് പരിശുദ്ധനായ ഗീവർഗീസ് ബാവ ജീവിച്ചിരുന്നത്. നമുക്ക് പരിശുദ്ധനായ ഗീവർഗീസ് ബാവയുടെ ജീവിതത്തെയും അദ്ദേഹത്തെ പിന്തുടർന്നവരായ പിതാക്കന്മാരുടെ ജീവിതത്തെയും അപഗ്രഥിക്കുമ്പോൾ ശ്രേഷ്ഠനായ യാക്കോബ് മെൽപ്പാൻ പറഞ്ഞതുപോലെ പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ വിവേകികളുമായി
തങ്ങളെ ഏൽപ്പിച്ച വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും പരിക്കേൽപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചവരാണ്. അവർ സത്യമായും ക്രിസ്തുവെന്ന ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അവരുടെ ഗുരു അവരെ പഠിപ്പിച്ചതാണ് പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാപിനെ പോലെ വിവേകികളുമായി തീരുവാൻ തക്കവണ്ണം. ആദിമസഭയിൽ ഭിന്നതകളും പിണക്കങ്ങളും അസ്വസ്ഥതകളും ഉരുവായപ്പോൾ യൂദ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ ബന്ധിക്കുവീൻ. ദൈവസ്നേഹത്തിൽ തന്നെ ബന്ധിച്ച ശ്രേഷ്ഠനായ പിതാവായിരുന്നു പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് തിരുമേനി. അദ്ദേഹം ശ്രേഷ്ഠമായും സത്യമായും കർത്താവിൻ്റെ ഉത്തമനായ ശിഷ്യനായിരുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് വാഴ്വിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിനോടും അഭിയന്തരായ പിതാക്കന്മാരോടും ഈ അരമനയുടെ മാനേജരായ ബഹുമാനപ്പെട്ട യാക്കൂബ് റമ്പാച്ചനോടും പ്രിയപ്പെട്ട വൈജൂച്ചനോടും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി.